Hi friends, I am Deepa. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൈനി നഴ്സറിയിലാണ്. സൈനി നഴ്സറി CP-യിലാണ് ഉള്ളത്. അപ്പോൾ ഈ നഴ്സറി പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ. ഇത് CP-യിൽ ശിവാജി സ്റ്റേഡിയത്തിൻ്റെ ജസ്റ്റ് പുറകിലുള്ള ഭാഗത്താണുള്ളത് കേട്ടോ. ആ വഴി കൂടെ നമ്മൾ വരുമ്പോൾ ആ ടേണിങ്ങിൽ തന്നെ നമുക്ക് കാണാം ആ കോർണറിലായിട്ട് ഈ നഴ്സറി. അപ്പോൾ നമ്മൾ 4 വീലറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഗേറ്റിന് പുറത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ 2 വീലറിലാണെന്നുണ്ടെങ്കിൽ ഗേറ്റിനകത്ത് തന്നെ റൈറ്റ് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ആൽമരം കണ്ടില്ല, അവിടെ ഒരു ഡയറക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു അറൗണ്ട് 200 മീറ്റേഴ്സ് അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ. നടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് ഈ വഴി ഇങ്ങനെ 2 സൈഡിലും വീടുകളാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്കിത് പോകാനുള്ളത്. അപ്പോൾ ഈ ഒരു പയ്യാണ് കേട്ടോ ഇവിടുത്തെ ഓണർ. അപ്പോൾ ഞാൻ വരുന്ന കണ്ടപ്പോൾ അദ്ദേഹം ഗേറ്റ് തുറന്നു തരാനായിട്ട് വന്നിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ സമ്മർ ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ കുറച്ച് വലിയ മരങ്ങളൊക്കെ ആയിട്ട് വളരുന്ന അതുപോലെയുള്ള പ്ലാന്റ്സൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ള ഒരുപാട് വീഡിയോ ലെങ്തി ആവുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ 2 പാർട്ടായിട്ട് ചെയ്യാമെന്ന് വെച്ചത്. കാരണം കാണുന്ന ആളുകൾക്കും കുറച്ച് ബോറാവുമല്ലോ ഇത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോ നമ്മളിങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇവിടുത്തെ ഒരുപാട് ഹെർബ്സും അതുപോലെ മെഡിസിനൽ പ്ലാന്റ്സ് കുറച്ചുണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ സാധാരണ തുളസിയാണ് കേട്ടോ. 10 രൂപയ്ക്ക് കിട്ടും ഇവിടെ. ഇപ്പോൾ സാധാരണ പൂജയ്ക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ആ ഒരു തുളസിയാണിത്. അതുപോലെ ഇത് സ്റ്റീവിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. സ്റ്റീവിയ ഒരു നാച്ചുറൽ സ്വീറ്റ്നറാണ്. ഇപ്പോൾ ഡയബറ്റീസ് ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇല യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാക്കും. നല്ല മധുരമുള്ള ഒരു ഇലയാണ് അത്. അതിനെപ്പറ്റി ഡീറ്റെയിൽസ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കുറേ. അതുപോലെ ഭൃംഗരാജ്, നാട്ടിൽ നമ്മൾ കയ്യുണ്ണി എന്ന് പറയുന്ന ആ ഒരു ചെടിയാണത്. ഹെയർ ഓയിലിലും മറ്റുമൊക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലയാണത്. അതുപോലെ ബ്രഹ്മിയൊക്കെ ഞാൻ നോർത്തിലെ നഴ്സറികളിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ബ്രഹ്മിയൊക്കെ കണ്ടത്. അതുപോലെ ഇത് ലോങ് തുളസി എന്ന് പറഞ്ഞിട്ടൊരു തുളസിയാണ്. ഇത് പത്രച്ചട്ട എന്ന് പറഞ്ഞിട്ട് ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാഡറിലുള്ള സ്റ്റോണൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ആളുകൾ കഴിക്കുന്ന ഒരു ലീഫാണ് അത്. അതുപോലെ ഇത് തൈമാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഹെർബ്സും ഇവിടെ അവൈലബിൾ ഉണ്ട് കേട്ടോ. ഇത് മെഷ്വാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റിലൊക്കെ ഉള്ളൊരു കണ്ടൻറ്റാണ് മെഷ്വാക്ക്. ആയുർവേദിക് ഇതിൽ വരുന്ന ടൂത്ത് പേസ്റ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം അത്. അതുപോലെ ഇത് മഞ്ഞളിൻ്റെ പ്ലാന്റാണ്. ഇത് ഒറിഗാനോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഒറിഗാനോ എന്ന് പറഞ്ഞ് കാണിക്കുന്നതൊക്കെ പനിക്കൂർക്കയുടെ ഇലയാണ്. പക്ഷേ ആക്ച്വലി ഇത് ഇപ്പോൾ ഇവിടെ കാണുന്ന പോലത്തെ അതാണ് ഒറിഗാനോ പ്ലാന്റ്. അതുപോലെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് നെറ്റിന് താഴെയാണ് ഇവർ കട്ടിങ്സ് എല്ലാം വെച്ച് പിടിപ്പിക്കുന്നത്. ഇവിടെ ഉള്ള ചെടികളുടെ കട്ടിങ്സ് എടുത്തിട്ട് ഇവിടെ തന്നെയാണ് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ചെടികളല്ലാത്തത് കൊണ്ടും ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൽ വളർന്ന് വരുന്ന ചെടി ആയതുകൊണ്ടും പെട്ടെന്ന് പിടിച്ച് കിട്ടാനായിട്ട് എളുപ്പമുണ്ട്. അതുപോലെ നമ്മൾ നട്ട് കഴിഞ്ഞാലും ഇതുപോലെയുള്ള ചെടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ പിന്നെ ഇതുപോലെ ഇവിടെയുള്ളത് കുറച്ചൊക്കെ ബോൺസായികളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു, പ്രൈസൊക്കെ ഇങ്ങനെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് പറ്റുന്ന ഒരു റീസണബിൾ റേറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി നടന്നിട്ട് ഇങ്ങനെ വാങ്ങാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടോ അങ്ങനെ ആവശ്യമൊന്നുമില്ല. ഇത് ബ്രസീലിയൻ ഡ്രസീന എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നേരെ കാണാനും ഒരുപാട് ഭംഗിയാണത്. ഇങ്ങനെ വെരിഗേറ്റഡ് ലീഫിൽ ഇതുപോലെ ഒരു ഫോമിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ പ്ലാന്റ് കാണുന്നത്. അതുപോലെ ഇതൊക്കെ ഡ്രസീനയുടെ വേറെ വെറൈറ്റിയാണ്. 60 റുപ്പീസിനാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പുറകിൽ കാണുന്നതും അതും ഒരു ഡ്രസീനയുടെ വെറൈറ്റി തന്നെയാണ്. അതുപോലെ ഈ ഗ്രീനും വൈറ്റും കൂടെയുള്ള അത് ഒരു തരം അഗ്ലോണിമയാണിത്. അത് 70 റുപ്പീസിനാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഇത് സാധാരണ നമ്മൾ നാട്ടിൽ കാണുന്ന ആ ഒരു ഡ്രസീനയുടെ പ്ലാന്റാണ്. പിന്നെ ഇവിടെയൊക്കെ അത്ര കോമൺ അല്ലാത്തത് കൊണ്ടാണ് അതിപ്പോൾ 100 റുപ്പീസാണ് ഇവിടെ ഉള്ളത്. ഇതും അഗ്ലോണിമയുടെ നമ്മൾ സാധാരണ കാണുന്ന ആ ഒരു വെറൈറ്റിയാണ്. ഈ പ്ലാന്റ്സും ഇതിൻ്റെ സൈസും അതുപോലെ അതിൻ്റെ ഹൈറ്റും ഒക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ റേറ്റൊക്കെ ഇവിടെ ഉള്ളത്. അതുപോലെ പെൻഡാനസ് പ്ലാന്റ് അതും 90 റുപ്പീസിനാണ്. പെൻഡാനസ് നമുക്കൊന്ന് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഫോക്സ് ഫേണും ബോസ്റ്റൺ ഫേൺ ഇതൊക്കെ 50 റുപ്പീസിനാണ് ഇവിടെ ഉള്ളത്. ഇത്തരം പ്ലാന്റ്സ് ഒക്കെ സാധാരണ ഷെയ്ഡിൽ വളർത്തുന്ന ചെടികളാണ് കേട്ടോ. ഷെയ്ഡിൽ വളർത്തുമ്പോൾ ഇതൊക്കെ ഷെഫ്ലറയുടെ വെറൈറ്റി.
ഇപ്പം നമുക്ക് ഇൻഡോർ ആയിട്ടൊക്കെ വളർത്താനായിട്ട് നല്ല ചെടികൾ, ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരുപാട് വെയിലൊന്നും കിട്ടാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇത്തരം ചെടികളൊക്കെ നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഷെഫ്ലർ ഈ മോസ്റ്റിക്കിൽ വെച്ച് വളർത്തുന്ന, അതിപ്പോൾ ഞാൻ ഇവിടെ മാത്രം കണ്ടിട്ടുള്ള ഒരു രീതിയാണ് കേട്ടോ. ഇങ്ങനെ വളർത്തുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളുടെ ചെടി അങ്ങനെ ഒരുപാട് ഡീഫോം ആയി പോകാതെ ആ ഒരു മോസ്റ്റിക്കിൽ മാത്രം ഇങ്ങനെ പിടിച്ച് മുകളിലേക്ക് വളരുമ്പോൾ ഒരു മുകളിൽ വരെ ഒരു യൂണിഫോം ആയിട്ട് അത്ര ആ ഒരു ഹൈറ്റിൽ സെയിം നല്ല ഭംഗിയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഗ്രോത്ത് ആയിട്ട് നന്നായിട്ട് ഇരിക്കും ആ ചെടി. അപ്പോൾ അതുപോലെ വളർത്തുന്ന ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്കും കണ്ടപ്പോൾ തോന്നി കേട്ടോ. അതുപോലെ ഇത് ഈ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സുകളൊക്കെ ഒരുപാട് നല്ല ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഹാങ്ങിങ് ബാസ്ക്കറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് ഒരു ഗാർഡനൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബാസ്ക്കറ്റ്സ് നമുക്ക് വാങ്ങി നമ്മളുടെ ഗാർഡനിൽ ഹാങ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ സോങ് ഓഫ് ഇന്ത്യയുടെ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എല്ലാം തന്നെ ഇവിടുത്തെ. പിന്നെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാലും നല്ല ഇവിടുത്തെ ആ ഓണറാണെങ്കിലും അവിടെയുള്ള ജോലിക്കാരാണെങ്കിലും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. നല്ല നന്നായിട്ട് ചെടിയൊക്കെ കെയർ ചെയ്യുന്ന ആളുകളാണ്. ഇതൊക്കെ ഡിഫിൻ ബേക്കയുടെ പ്ലാന്റ്സ് ആണ്. അതും അതിൻ്റെ ആ ഒരു സൈസും ആ ഒരു ലീഫിൻ്റെ ഇതൊക്കെ വെച്ചിട്ടാണ് അതിൻ്റെ ആ ഒരു പ്രൈസൊക്കെ ഇവർ വെച്ചിരിക്കണം. ഇതൊക്കെ 70 റുപ്പീസിനാണ്. പക്ഷേ സെയിം പ്ലാന്റ് തന്നെയാണ് ഇപ്പുറത്തുള്ളത്, അത് 120 റുപ്പീസിനാണ് കിട്ടുന്നത്. അതുപോലെ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മോസ്റ്റിക്കിൽ വെച്ചിട്ട് മണി പ്ലാന്റുകളാണ്. ഈ ഒരു ചെടി, ഇതും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഇൻഡോറൊക്കെ വെക്കാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഭംഗിയാണ് കാണാൻ. നല്ലൊരു ഡാർക്ക് കളറിലാണ് ഇതിൻ്റെ ആ ഒരു ലീഫ്, നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ. പിന്നെ ഇതൊക്കെ മോസ്റ്റിക് അല്ല, ജസ്റ്റ് കോക്കോ പീറ്റിൻ്റെ മീൻസ് കോക്കോ കൊയർ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണേ ഒരു സ്റ്റിക്കിലാണ് അത് കയറ്റി വിട്ടിരിക്കണേ. അതുപോലെ ഇതും സാധാരണ മണി പ്ലാന്റ് തന്നെയാണ്. മണി പ്ലാന്റിൻ്റെ ഫിലോഡെൻഡ്രോൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ കേട്ടോ. അതിപ്പോൾ ഞാൻ മുമ്പിൽ കവർ ചെയ്ത് കാണിക്കാം നിങ്ങളെ. അതുപോലെ മണി പ്ലാന്റും ഓരോന്നിൻ്റെയും വളർച്ചയുടെ അനുസരിച്ചിട്ടാണോ പ്രൈസ്. അതുപോലെ ഫിഡിൽ ലീഫ് ഫിഗിൻ്റെ പ്ലാന്റ് ആണ്. ഇതൊരു ഓക്കെ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് കേട്ടോ, 100 റുപ്പീസ് എന്ന് പറഞ്ഞാൽ. ചില നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് 400-500 റേറ്റിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ വാങ്ങാൻ കിട്ടുന്നത്. അതുപോലെ സെൻസവേരിയയുടെയും ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ചില സമയത്തൊക്കെ വരുമ്പോൾ നമ്മൾ സെൻസവേരിയ തന്നെ ഒരു 10-12 വെറൈറ്റിയൊക്കെ നമുക്ക് കാണാൻ കിട്ടും ഇവിടെ. ഇതും ഒരു ഡ്രസ്സിനയുടെ വെറൈറ്റി തന്നെയാണ്. ഒരുപാട് ഭംഗിയിൽ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, റൂമിലൊരു കോർണറിലൊക്കെ ഇങ്ങനെ നല്ല വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ ഒരു സൈഡിലൊക്കെ വെക്കാനായിട്ട് ഒരുപാട് നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ, നല്ല ഭംഗിയിൽ. പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥലത്തൊക്കെ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വളരെ ഫോട്ടോജനിക്കമാണ് അങ്ങനെയുള്ള പ്ലാന്റ്സ്. അതുപോലെ ഇത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. 50 റുപ്പീസേ ഉള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിന്. അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സൈസും കൂടെ നോക്കിയിട്ടാണ് ഇതിലെല്ലാം റേറ്റും കൂടെ ഇട്ട് വെച്ചിരിക്കണേ. ഇതൊക്കെ ഗോൾഡൻ ഫേണാണ്. ഇതൊക്കെ നമുക്ക് ഹാങ്ങിങ് ബാസ്ക്കറ്റിൽ നടാനായിട്ട് ഒരുപാട് നല്ല പ്ലാന്റാണ്. ഇത് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ അത് ആ ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് ഹാങ് ചെയ്ത് കിടന്നിട്ട് നല്ല ഭംഗിയായിട്ട് അത് ഫോമായിട്ട് നിൽക്കും. അപ്പോൾ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് ഈ ഗോൾഡൻ ഫേൺ. അതുപോലെ നേരത്തെ കണ്ട ചെടിയാണ് ഫിലോഡെൻഡ്രോൻ്റെ സെനാഡു എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റി. അതുപോലെ അരക്കപ്പാമും ഒരുപാട് സൈസിൽ, നല്ല വലിയ സൈസിലും ഒരു മീഡിയം സൈസിലും തീരെ ചെറിയ സൈസിലും പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇവിടെ. ഒരുപാട് വലിയ സൈസിലുള്ള പ്ലാന്റിൻ്റെ വില 200 രൂപയാണ് കേട്ടോ. അതും നല്ല ഒരു കടയിൽ തന്നെ 5-6 ഇങ്ങനെ നല്ല സ്റ്റോക്കുകൾ വന്നിട്ടുള്ള അങ്ങനത്തെ പ്ലാന്റുകളാണ് ഇതൊക്കെ, നല്ല ഹൈറ്റിലുള്ളത്. അതിൻ്റെ റേറ്റ് 200 രൂപ. പിന്നെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളത് 120-നും 150-നും ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ, ഇതൊക്കെ കുറച്ച് ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ചെടികളാണ്. അതുപോലെ ഈ ഏരിയയിൽ കുറച്ച് ബോൺസായികൾ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഫൈക്കസ് ആണ് കേട്ടോ ബോൺസായിൽ വളർത്തിയിരിക്കണേ. ഇതൊക്കെ ഫിലോഡെൻഡ്രോൻ്റെ വെറൈറ്റികളാണ്. ഇതൊക്കെ നാട്ടിൽ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചെടികളാണല്ലോ. ഇതുപോലെയുള്ള ചെടികളൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് കേട്ടോ. ഇങ്ങനെ നമ്മളുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ടുണ്ടായിരുന്ന ചെടികൾ, പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് വളരെ കുറവ് ഇങ്ങനത്തെ ചെടികളൊക്കെ കാണാൻ കിട്ടാറുള്ളൂ. ഇത് പോണിറ്റെയിൽ ഫേണാണിത്.
പോയിന്റിൽ പാം. അതുപോലെ ഇത് ബട്ടർഫ്ലൈ പാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചെടിയാണ്. അതിന് 150 രൂപയാണ് വില. ഇതും നല്ല ഡാർക്ക് കളറിൽ ലീഫുള്ളൊരു പ്ലാന്റാണ്. അതുപോലെ ഇതൊക്കെ സിങ്കോണിയത്തിൻ്റെയും ഒരുപാട് വെറൈറ്റി അവൈലബിൾ ആണ്. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും കേട്ടോ ഇതൊക്കെ. പിന്നെ ഇവർ തീരെ ചെറിയ ചെടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ അത് വേറെ പോട്ടിലേക്ക് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് വളർന്നിരിക്കുന്ന അതുപോലെയും ഒരുപാട് ചെടികളുണ്ട് ഇവിടെ. സ്പാത്തിഫൈലം എന്ന് പറഞ്ഞിട്ട് ചെടിയാണ്. അതിന് 100 റുപ്പീസാണ് വില. കണ്ടോ, ഇതൊക്കെ സെൻസിവേരിയ പോലെ ഇരിക്കുന്ന അങ്ങനെ ഒരു ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതും സിങ്കോണിയം തന്നെ. അതുപോലെ സ്പൈഡർ പ്ലാന്റ്, ചെറിയ സ്പൈഡർ പ്ലാന്റ്സ് ഒക്കെ 30 റുപ്പീസിന് കിട്ടുന്നുണ്ട് ഇവിടെ. അതുപോലെ ഇത് മാർബിൾ ക്യൂ എന്ന് പറഞ്ഞാൽ ഇതും പോത്തോസിൻ്റെ വെറൈറ്റിയാണ്. ഇതൊക്കെ സെൻസിവേരിയാണ് കേട്ടോ. സെൻസിവേരിയയുടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഇവിടെ തീരെ ചെറിയതും അതുപോലെ വേരിഗേറ്റഡ് ലീവ്സിലായിട്ടുള്ള അതുപോലെ സെൻസിവേരിയം, കുറച്ച് ഒരു നല്ല ഹൈറ്റുള്ളത്, മീഡിയം ഹൈറ്റുള്ള, അങ്ങനെ പലതരം ചെടികളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ ഈ സൈഡിലിരിക്കുന്ന നല്ല ഡാർക്ക് കളറിൽ ലീഫുള്ള ഒരു ചെടിയാണ്. ബ്ലാക്ക് ജാക്ക് എന്നാണ് അതിൻ്റെ പേര്. ഇതൊക്കെ ഫിലോഡെൻഡ്രോൺ ഉണ്ട് ഇവിടെ, സിങ്കോണിയം ഉണ്ട്, മണി പ്ലാന്റ്, ഇതൊക്കെ റബ്ബർ പ്ലാന്റ്. ഇത് കുറച്ചും കൂടെ വലുതായിട്ട് വളരുന്ന സിങ്കോണിയത്തിൻ്റെ വെറൈറ്റിയാണ്. അതുപോലെ നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ റിലേറ്റഡ് എന്തൊക്കെ ആവശ്യങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിലും ഈ നഴ്സറിയിൽ എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ എന്താ പറയുക, കോക്കോപീറ്റ് തുടങ്ങി ഇത് കണ്ടില്ലേ, മോസ്റ്റിക്സ്, അതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ അത്, ഇതൊക്കെ സെറാമിക് പോട്ട്സുകളാണ്. അതുപോലെ മിസ്റ്റിംഗ് പമ്പ്, അത് 140 റുപ്പീസിന് അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഇത് ചെടിച്ചട്ടിയുടെ അടിയിൽ വെക്കുന്ന ട്രേസ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനുവേഴ്സ്. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഓർഗാനിക് മാനുവറുകളാണ് വേണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ്. അല്ല ഇപ്പോൾ കെമിക്കൽസൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണ് കേട്ടോ. ഇത് DAP ആണ് അവിടെ ഇരിക്കണേ. അതുപോലെ ഇത് സാഫ് എന്ന് പറഞ്ഞിട്ട് ട്രൈക്കോഡർമ ഫംഗിസൈഡാണിത്. DAP അത് 40 റുപ്പീസിനാണ് ആ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇത് വെർമിക്കുലൈറ്റ് ആണ്. വെർമിക്കുലൈറ്റ്, ഇത് കാസ്റ്റർ ഓയിൽ എടുത്തിട്ടുള്ള അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ കപ്പലണ്ടി പിണ്ണാക്കെന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സംഭവമാണത്. അതുപോലെ എപ്സം സോൾട്ട്, യൂറിയ, പീറ്റ് മോസ്. ഇപ്പോൾ നമുക്ക് എയർ ലെയറിംഗ് ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പീറ്റ് മോസ് വെച്ചിട്ടാണ്. പീറ്റ് മോസും കുറച്ച് എന്തെങ്കിലും കൂടെ വളം കൂടെ ആഡ് ചെയ്തിട്ടൊക്കെ, അല്ലെങ്കിൽ റൂട്ടിംഗ് ഹോർമോണൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ എയർ ലെയറിംഗ് ഒക്കെ ചെയ്യണേ. അതുപോലെ ഇപ്പോൾ കണ്ടില്ലേ, അത് സിൻഡറാണ് കേട്ടോ. സിൻഡർ സാധാരണ നമ്മൾ ഒരുപാട് നഴ്സറികളിൽ കാണാത്ത ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അങ്ങനെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ നഴ്സറിയുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വന്ന് ഇതൊക്കെ കളക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കിൻ്റെ പോട്ട്സുകളുണ്ട്, ഹാങ്ങിങ് ആയിട്ടുള്ളതും അല്ലാത്തതുമൊക്കെ. പിന്നെ ഗാർഡൻ റിലേറ്റഡ് എന്തൊക്കെ ടൂൾസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും അതും അവൈലബിൾ ആണ്. അതുപോലെ അക്വേറിയത്തിലൊക്കെ ഇടാനായിട്ട് പാകത്തിന് ഷെല്ലുകൾ, ഗ്ലൗസ്, അങ്ങനെ എന്തൊക്കെ നമ്മളുടെ പ്ലാന്റ്സ് റിലേറ്റഡ് നീഡ്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ഈ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നഴ്സറികൾ, അതുപോലെ പ്ലാന്റ്സ് വാങ്ങാനായിട്ട് ഇഷ്ടമുള്ള ആളുകളൊക്കെ ജസ്റ്റ് ഈ നഴ്സറി ഒന്ന് കണ്ടിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഈ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.